HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. ഹായ് ദോസ്തോ, നമസ്തേ. ഞാൻ ശ്രീകുമാർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിന്ദിക്ക് താർ സപ്തക് എന്നൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. പ്രധാനപ്പെട്ടതല്ല, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അതിൽ നിന്നുണ്ടാകും. വീഡിയോ മൊത്തമായിട്ട് കാണുക, കേൾക്കുക, പഠിക്കുക. അല്പം പോലും അത് വിട്ടുകളയാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് താർ സപ്തക് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യം താർ സപ്തക് എന്താണെന്ന് പറഞ്ഞുതരാം. താർ സപ്തക് ഒരു കാവ്യസങ്കലനമാണ്. അതൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ല, ഒരു കാവ്യസങ്കലൻ. അജ്ഞേജി ആരംഭിച്ച ഒരു താര സപ്തക് എന്ന് പറയുന്ന കാവ്യസംഗ്രഹത്തെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശദമായി പഠിക്കാം. നോക്കൂ, താർ സപ്തക് എന്താണെന്ന് നോക്കാം. താർ സപ്തക് കിസേ कहते हैं? तार सप्तक के शुरुआत, तार सप्तक के उद्देश्य, तार सप्तक के कौन कौन कवि है, तार सप्तक का प्रकाशन किसने किया, ഹിന്ദി में कितने प्रकार के तार सब होते हैं. ഇത്തരം കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നുകൂടി പറയാം. താർ സപ്തക് കിസേ कहते हैं? ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, അതൊരു കാവ്യസങ്കലനം. 7 കവികളുടെ അവരുടെ കൃതികളുടെ സമാഹാരമാണ് താർ സപ്തക് എന്ന് പറയുക. പിന്നെ താർ സപ്തക് ശുരുവാത്, എപ്പോഴാണ്, ഏത് വർഷമാണ് ഈ താർ സപ്തക് പ്രസിദ്ധീകരിച്ചത് എന്നത്. താർ സപ്തക് ഉദ്ദേശ് ക്യാ ഹെ, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്. താർ സപ്തമേ കോൺ കോൺ കവി ഹെ, ആരെല്ലാം അല്ലെങ്കിൽ ഏതൊക്കെ കവികളാണ് താർ സപ്തകത്തിലുള്ളത്. താർ സപ്തക് കാ പ്രകാശൻ, പ്രസിദ്ധീകരണം എന്ന് നടന്നു. ഹിന്ദി മേ കിത്നെ പ്രകാർ കെ താർ സപ്തക് ഹേ, എത്ര രീതിയിലുള്ള താർ സപ്തക് ഉണ്ട്? 4 എണ്ണമാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പാഠത്തിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. താർ സപ്തക് एक काव्यग्रह है, काव्य संग्रह है. तार शब्द हिंदी काव्य साहित्य में പ്രയോഗവാദി की शुरुआत करने वाला एक काव्य संग्रह है. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് ആണ്. താർ സപ്തക് एक काव्य संग्रह है. താർ സപ്തക് എന്ന് പറയുന്നത് ഒരു കാവ്യ സംഗ്രഹമാണ്, കളക്ഷനാണ്. तार सप्तक हिंदी काव्य साहित्य में प्रयोगवादी की शुरुआत करने वाला एक काव्य संग्रह है. മറ്റൊരു പ്രത്യേകത, താരസപ്തകവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ് ഹിന്ദി കാവ്യരംഗത്ത്, ഹിന്ദി കാവ്യ സാഹിത്യത്തിൽ പ്രയോഗവാദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ ഇടയാക്കിയ സാഹചര്യമാണ് ഈ കാവ്യ സങ്കലൻ താരസപ്തകിൻ്റെ പ്രസിദ്ധീകരണം. अज्ञे द्वारा 1943 में 1943 ईस्वी में नई कविताओं के प्रणयन हेतु 7 कवियों का एक मंडल बनाकर तार सप्तक का संकलन किया. നോക്ക്, 1943 അജ്ഞേജി ആണ് ആധുനിക കവിതയോടുള്ള അഭിനിവേശം കൊണ്ട് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് താര സപ്തക് എന്ന് പറയുന്ന ഒരു കാവ്യസങ്കലൻ പ്രസിദ്ധീകരിച്ചത്. 1943 അത് ആരംഭിച്ചു. 1943 ആദ്യത്തെ താര സപ്തകം പ്രസിദ്ധീകരിച്ചത്. നോക്ക്, अज्ञे द्वारा सन 1943 ईस्वी में नई कविताओं के प्रणयन हेतु 7 कवियों का एक मंडल बनाकर तार सप्तक का संकलन किया गया. താർ സപ്തകിൽ അപ്പോൾ 7 കവികളുടെ ഒരു ഗ്രൂപ്പാണ്, 7 കവികളാണ് ആ താർ സപ്തകത്തിൽപ്പെട്ടത്. ओके, इन्हें तार सप्तक का पहला प्रकाशन सन 1943 में भारतीय ज्ञानपीठ ने किया है. ज्ञानपीठ ट्रस्ट ആണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അത് മുഖാന്തരമാണ് ആദ്യത്തെ താര സപ്തകം പ്രസിദ്ധീകരിച്ചത്. 1943 താര സപ്തക് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒന്നാമത്തെ താര സപ്തകമാണ്, പ്രഥം. अब देखो, तार सप्तक का पहला प्रकाशन सन 1943 में, ഈ വർഷം ഓർത്തിരിക്കണം. 1943 എന്നുള്ള വർഷം ഓർത്തിരിക്കണം. 1943 താർ സപ്തക് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അത് ജ്ഞാൻപീഠ് ആ പ്ലാറ്റ്ഫോം മുഖാന്തരമാണ് പ്രസിദ്ധീകരിക്കാനിടയായത്.
നോക്ക്, तार सप्तक को नई कविता का प्रस्थान बिंदु, स्टार्टिंग पॉइंट. क्या है प्रस्थान बिंदु? प्रस्थान बिंदु मीन्स स्टार्टिंग पॉइंट. ആധുനിക കവിതയുടെ താർ സപ്തക് നയി കവിതാക്ക, ആധുനിക കവിതയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ താർ സപ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ്. 1943 താർ സപ്തക് പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഹിന്ദിയിൽ നയി കവിത എന്ന പ്രസ്ഥാനം ആരംഭിക്കാനിടയായത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1943 താർ സപ്തകത്തിൻ്റെ ആദ്യത്തെ പ്രകാശനത്തോടു കൂടിയാണ്. ഇനി അതിൻ്റെ ബാക്കി ഭാഗം എന്തൊക്കെയാണെന്ന് നോക്കുന്നത്, अज्ञेय जी ने तार सप्तक के बाद दूसरा और तीसरा सप्तक प्रकाशन किया गया था. മൊത്തം 4 പ്രാവശ്യമാണ് താര സപ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ 1, 2, 3 ഇത് മൂന്നും അജ്ഞേയജിയുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രസിദ്ധീകരണം നടന്നത്. ഇനി നാലാമത്തേത് മറ്റൊരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് നമുക്ക് പരിചയപ്പെടാം. ഇപ്പോൾ നമുക്കിത് വായിക്കാം. ചൗഥാ താര സപ്തക നാംവർ സിംഗിനെ പ്രകാശിത് കിയ. മാറിപ്പോകരുത്, ആദ്യത്തെ 1, 2, 3 അജ്ഞേയജിയാണ്. നാലാമത്തേത് ആരാണ്? നാംവർ സിംഗ്. ഈ പേര് ഓർത്തിരിക്കണം. ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ടാണ്. നോക്ക്, ഹിന്ദി काव्य में प्रयोगवाद का प्रारंभ 1943 में पहला तार सप्तक के प्रकाशन से हुआ. माना जाता है तार सप्तक का उद्देश्य कवियों की भावनाओं को समाज को परिचय करना है. അപ്പോൾ കവികളുടെ ഭാവനകൾ, അവരുടെ കവിതയെ, അവരുടെ ഭാവനകളെ മറ്റുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു താർ സപ്തകിൻ്റെ ഉദ്ദേശം. നോക്കൂ, താർ സപ്തക് മേ 7 കവി ഹോത്തെ ഹെ. 7 പേരുടെ ഒരു ഗ്രൂപ്പാണ് താർ സപ്തക് എന്ന് പറയുന്നത്. പ്രഥം താർ സപ്തക് का सन 1943 ईस्वी में उसका प्रकाशन हुआ. 1943 ആദ്യത്തെ താർ സപ്തകം പ്രസിദ്ധീകരിച്ചത്. രണ്ടാമത്തത് 1951 മൂന്നാമത്തത് 1959 8 വർഷം കൂട്ടിയാണ്. 1943 ആദ്യത്തേത്, പിന്നെ 8 വർഷം കൂട്ടി കഴിഞ്ഞപ്പോൾ 1951, പിന്നെ 8 വർഷം കഴിഞ്ഞിട്ട് 1953 മൂന്നാമത്തേത്. പ്രഥം താർ സപ്തക് 1943, ദ്വിതീയ താർ സപ്തക് 1951, തൃതീയ താർ സപ്തക് 1959. അത് കഴിഞ്ഞ് നാലാമത്തേത് 20 വർഷത്തിന് ശേഷമാണ് നാലാമത്തെ താർ സപ്തകം പ്രസിദ്ധീകരിക്കുന്നത്. നോക്കെ, ചതുർത്ഥ താർ സപ്തക് सन 1979 ईस्वी में प्रकाशित किया उसका. अब देखो, ഒന്നാമത്തെ താർ സപ്തകിനെ കുറിച്ച് വിശദമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോവാണ്. താർ സപ്തക് കവി प्रथम तार सप्तक 1943 में. अब उसका जनक कौन है? अज्ञेय जी. താര സപ്തകം ആരംഭിച്ചത് അജ്ഞേയാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും 1, 2, 3, 4 തവണകളായിട്ട് താരസപ്തകം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ജനകൻ എന്ന് പറയുന്നത് ആരാണ്? അജ്ഞേയാണ്. ഇനി ഒന്നാമത്തെ താരസപ്തകത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നോക്കാം. അത് ഞാനിവിടെ ഒരു കോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കായിട്ട് ഞാനൊരു കോഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കോഡ് പല പ്രാവശ്യം വായിച്ചു പഠിക്കുക, ഉരുവിട്ട് മനസ്സിൽ ഹൃദിസ്ഥമാക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ താരസപ്തകിൽ ഏത് കവിയാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൽ പെടാതിരുന്ന കവി ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നോക്ക്, അമൂനെ ഗിര പ്രഭ. അമൂനെ ഗിര പ്രഭ എന്ന സെൻറ്റൻസ് നോക്കാം. അമൂനെ ഗിര പ്രഭ. ഒന്നാമത്തെ താരസപ്തകത്തിൽ ഏതെല്ലാം കവികളാണ് ഉൾപ്പെട്ടിരുന്നത് എന്നത് ഈ ഒരു കോഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമൂനെ ഗിര പ്രഭ. അമ്മു ആസെ അജ്ഞേയജി. ആസെ കോൻബൻ ഗയ. ആ എന്ന് പറഞ്ഞാൽ അജ്ഞേയം, മൂ എന്ന് പറഞ്ഞാൽ മുക്തിബോധ്, നേ എന്ന് പറഞ്ഞാൽ നേമിചന്ദ്ര, പിന്നെ ഗീ എന്ന് പറഞ്ഞാൽ ഗിരിജാകുമാർ മാധവർ, രാം വിലാസ് ശർമ്മ, പ്രഭാകർ മാച്ചുവേ, ഭാരത് ഭൂഷൺ അഗ്രവാൾ. 7 കവികൾ വന്നില്ലേ? 7 കവികളുടെ ഒരു കൂട്ടായ്മയാണ് താരസപ്തകം. അവരുടെ പ്രസിദ്ധീകരണങ്ങൾ അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ താരസപ്തകയിൽ ആരൊക്കെയാണ്? അമൂനെ ഗിര പ്രഭ, ആസെ കോൻ അജ്ഞേയ, മൂസെ മുക്തിബോധ്, നേസെ നേമിചന്ദ്ര, നേസെ ആസെ അജ്ഞേയ, മൂസെ മുക്തിബോധ് और നേസെ कौन होता है? नेमिचंद्र. गी से गिरिजा कुमार, रा से रामविलास, प्रा से प्रभाकर माचुवे, भा से भरत भूषण अग्रवाल. ഒന്നാമത്തെ താരസപ്തകത്തെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ താരസപ്തകത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ താരസപ്തകം ഏത് വർഷമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് നോക്കാം. 1951. താരസപ്തകിൻ്റെ ജനകൻ എന്ന് പറയുന്നത് അജ്ഞേയാണ്. 4 താരസപ്തകമുണ്ട്. 4ൻ്റെയും ജനകൻ അജ്ഞേയജിയാണ്. അപ്പോൾ ദൂസര താരസപ്തകത്തെ കവി ആരൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്.
നോക്കിയാൽ അതിൻ്റെ ട്രിക്ക് ധർമ്മവീർ ഓർ റാം ഷേർ ശകുന്തള കാ ഹരൺ കർക്കെ ഭാഗെ. അതിന് ഉള്ള കോഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏത്? ധർമ്മവീർ ഓർ റാം ഷേർ ശകുന്തള കാ ഹരൺ കർക്കെ ഭാഗെ. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ താരസപ്തകത്തിൽ ആരൊക്കെയാണ്, ഏതെല്ലാമാണ് കവികൾ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ രണ്ടാമത്തെ താരസപ്തകം 1951 പ്രസിദ്ധീകരിച്ചത്. അത് ആരാ പ്രസിദ്ധീകരിച്ചത്? അജ്ഞേജിയാണ്. 1, 2, 3 അജ്ഞേജിയാണ്. 4-മത്തെയാണ് വേറെ ഒരു കവി. അപ്പോൾ നോക്കാം, ഇവിടെ ധർമ്മവീർ ഓർ രാംഷേർ ശകുന്തള കാ ഹരൺ കർക്കെ ഭാഗെ. ഇത് രണ്ടാമത്തെ താരസപ്തകത്തിലെ കവികളെ പരിചയപ്പെടാൻ വേണ്ടിയുള്ള ഒരു കോഡാണ്. നോക്ക്, ധർമ്മവീർ, ധർമ്മവീർ സെ ധർമ്മവീർ. ഓക്കെ, ധർമ്മവീർ സെ ധർമ്മവീർ. और ഇവിടെ രാംഷേർ, രാംഷേർ और ശകുന്തള. ഇനി ഹരിനാരായൺ, ഹരൺ, ഹരൺ സെ ഹരിനാരായൺ. और അതിലെ ഉണ്ട്, രാസെ രഘുവീർ. നാസെ, നാസെ കൊനെ നരേഷ്. ഹരണിലൻ ഇന്നല്ല, നായാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നാസെ, നാസെ നരേഷ് മേത്ത. और ഭാസെ, ലാസ്റ്റ് വൺ, ഭാസെ ഭവാനി മിശ്ര. രണ്ടാമത്തെ താരസപ്തത്തിൽ ഉൾപ്പെട്ട കവികളാണ്. ഞാൻ കോഡൊന്നും കൂടി വായിക്കാം. നോക്കെ, ധർമ്മവീർ और രാംഷേർ ശകുന്തള കാ ഹരൺ കർക്കെ ഭാഗെ. ധർമ്മവീർ നേരിട്ട് വന്നിട്ടുണ്ട്, ധർമ്മവീർ. രണ്ടാമത്തത് രാംഷേർ, ശകുന്തള. 3 പേരുടെ പേര് കൃത്യമായിട്ടുണ്ട്. 4-മത്തെ ആര? ഹരിനാരായൺ വ്യാസാണ്. ഹാസെ, ഹാസെ, ഹായല്ല ഹർ, ഹർസെ ഹരിനാരായൺ വ്യാസ്. ഇനി ഉണ്ടല്ലോ, രാസെ രഘുവീർ. ദെൻ നായല്ല, നായാണ്, നാം ഉദ്ദേശിക്കണം. നാസെ നരേഷ് മേത്ത. और ഭാസെ, ലാസ്റ്റ് വൺ ഭാസെ ഭവാനി മിശ്ര. അങ്ങനെ രണ്ടാമത്തെ താരസപ്തത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ താരസപ്തത്തിലേക്ക് പോവാം. തൃതീയ. തൃതീയ മീൻസ് മൂന്നാമത്തത്. തീസറ എന്നല്ല, തൃതീയ. പ്രഥമ 1, ദ്വിതീയ 2, തൃതീയ 3. മൂന്നാമത്തെ താരസപ്തത്തിലേക്ക് പോന്നിരിക്കുകയാണ്. 1959. 59 59. അപ്പോൾ 1959 में उसका प्रकाशन हुआ. कौन है? जनक अज्ञेय ने ही किया उसका प्रकाशन. कर्म किसने किया? अज्ञेय जी ने किया. മൂന്നാമത്തതും അജ്ഞേജി തന്നെയാണ്. നോക്കാം, മൂന്നാമത്തെ താരസപ്തകയിലെ കവികൾ ആരൊക്കെയാന്ന് നോക്കാം. ട്രിക്ക് നോക്കാം നമുക്ക്. പ്രയാഗ് വിജയമേ കീർത്തിനെ കുവർ സർസെ കേദാർ കെ മൻ കി ബാത് കഹി. അത്ര ഉണ്ട്, ഇത്തിരി വലുതാണ്. എങ്കിലും ഈ കവികളെക്കുറിച്ച് മുഴുവൻ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രയാഗ് വിജയമേ കീർത്തിനെ കുവർ സർസെ കേദാർ കെ മൻ കി ബാത് കഹി. ട്രിക്ക് ഇതാണ്. प्रयाग विजय में प्रयाग से प्रयाग नारायण त्रिपाठी, विजय से विजय देव नारायण शाही. और कीर्ति, कीर्ति से कौन बन गया? कीर्ति से कीर्ति चौधरी बन गया. अब देखो, कुंवर, कुंवर से कुंवर नारायण. और सर से सर्वेश्वर दयाल सक्सेना. और केदार से केदारनाथ सिंह. लास्ट मन, मन, मन क्या है? मन, मदन, मदन वत्स्यायन. अब हो गया ना. മൂന്നാമത്തെ താരസപ്തകം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ 4-മത്തെ താരസപ്തകത്തിലേക്ക് പോവുകയാണ്. 4-മത്തെ താരസപ്തകം നോക്കാം. ഇവിടെ 1979 ചതുർത്ഥ് 4-മത്തെ താരസപ്തകം പ്രസിദ്ധീകരിച്ചു. ജനകൻ അജ്ഞേജിയാണ് പ്രസിദ്ധീകരിച്ചത്. ആരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോക്കെ, അതിനുപയോഗിക്കുന്ന കോഡ് സുശ്രീ രാംനെ സ്വദേശി അവദേശ് കോ രാജ്കുമാർ നന്ദകിശോർ സെ മില. सुश्री राम ने स्वदेशी अवधेश को राजकुमार नंदकिशोर से मिला. कविകൾ ആരൊക്കെയാന്ന് നോക്കാം നമുക്ക്. सुश्री, सुश्री, सु से सुमन राजे. सु से कौन बन गया? सुमन राजे बन गया. श्री से श्रीराम वर्मा हो गया. अब स्वा से स्वदेशी भारती हो गया. अब देखो, अवधेश, अवधेश से अवधेश कुमार बन गया. अब देखो, राजकुमार, राजकुमार से राजकुमार कुंभन हो गया. अब तो नंद किशोर, नंद किशोर नंदकिशोर आचार्य हो गया. अब तो लास्ट वन अब देखो, नंद किशोर, किशोर, किशोर से रा से राजेंद्र किशोर. देखो, नंद किशोर आचार्य और राजेंद्र किशोर. अब हो गया ना. 4 താരസപ്തകത്തെക്കുറിച്ചും 4 താരസപ്തകത്തിലെ കവികളെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 4-മത്തെ താരസപ്തകത്തിലെ കവികൾ ആരൊക്കെയാണ്? സുശ്രീ രാംനെ സ്വദേശി അവദേശ് കോ രാജ്കുമാർ നന്ദകിശോർ സെ മില. सुमन राजे, श्रीराम वर्मा, स्वदेश भारती, अवधेश कुमार, राजकुमार कुंभन, नंद किशोर आचार्य और राजेंद्र किशोर.
നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സെറ്റ് പരീക്ഷ വളരെ അടുത്തെത്തിയിരിക്കുകയല്ലേ, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് എക്സാം ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതിനും ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കിവിടെ നമ്മുടെ CC കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്കായിട്ട് ഒരു 30 ദിവസത്തെ എക്സ്ക്ലൂസീവ് ലൈവ് ക്ലാസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കതിൽ ചേരാവുന്നതാണ്. അതിൻ്റെ പ്രത്യേകതകൾ, ഓരോ വിഷയത്തിനും അതിന് സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അധ്യാപകർ എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് സന്നദ്ധരായിരിക്കുകയാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. സംശയമുള്ളവർക്കും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മളിനി ഇതുമായി ബന്ധപ്പെട്ട 3-4 PYQs ചർച്ച ചെയ്യാൻ പോവുകയാണ്. നോക്കൂ, ഒന്നാമത്തെ PYQ, तार सप्ताह रचना के संपादक कौन है? ഒന്നാമത്തെ PYQ ആണ്. ഏത്? താർ സപ്തക രചന കെ സമ്പാദക് കോനെ, സമ്പാദകൻ എഡിറ്റർ ആരാന്നാണ്. നരേഷ് മേത്ത, രാം വിലാസ് ശർമ്മ, അജ്ഞേയ്, ഭരതഭൂഷൺ അഗ്രവാൾ. ഈ 4 ഓപ്ഷനിൽ ഏതാണ്? ഓപ്ഷൻ സി, അജ്ഞേയ് ജിയാണ് കറക്റ്റ് ആൻസർ. നോക്കുക, ഓപ്ഷൻ സി, താർ സപ്തക രചന കെ സമ്പാദക് അജ്ഞേയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താർ സപ്തക കാ സമ്പാദക് संबंध किस वाद है? तार सत्व से संबंध किस वाद है? संबंध किस वाद है? ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. ഇന്ത സംബന്ധ കിസ് വാദ് ഹേ, പ്രഗതിവാദ്, പ്രയോഗവാദ്, ഛായാവാദ്, രഹസ്യവാദ്. ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ്? ഇതുമായി ബന്ധപ്പെട്ട ഉത്തരം നോക്കാം. ബി, പ്രയോഗവാദാണ്. പ്രയോഗവാദ് താരസത്വവുമായി ബന്ധപ്പെട്ടതാണ് പ്രയോഗവാദ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കേദാർനാഥ് സിംഗ് കിസ് സപ്തക കെ കവി ഹേ? കേദാർനാഥ് ഏത് സപ്തവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ, ബി, സി. എ പ്രഥം സപ്തക, ദ്വിതീയ, തൃതീയ, ഡി ചതുർത്ഥ സപ്തക. ഇनमें कौन सा है? ഓപ്ഷൻ സി, തൃതീയ സപ്തകമാണ്. നാലാമത്തെ ചോദ്യമാണ്. ഗിരിജാകുമാർ മാഥുർ കി സപ്തക കെ കവി ഹേ? ഓപ്ഷൻ എ പ്രഥമ സപ്തക, ബി ദ്വിതീയ സപ്തക, സി തൃതീയ സപ്തക, ഡി ചതുർത്ഥ സപ്തക. നമുക്ക് ആൻസർ ഏതാ നോക്കാം. എ ആണ്. പ്രഥം താർ സപ്തകയിൽപ്പെട്ട കവിയാണ് ഗിരിജാകുമാർ മാഥുർ. धर्मवीर भारती അടുത്ത ചോദ്യമാണ്. ധർമ്മവീർ ഭാരതി और नरेश मेहता की सप्तक के कवि है? പ്രഥമ സപ്തക, ദ്വിതീയ സപ്തക, തൃതീയ സപ്തക, ചതുർത്ഥ സപ്തക. ഇതിലെ എത്രാമത്തെയാണ്? നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ്വിതീയ താരസപ്തകയിൽപ്പെട്ട കവികളാണ് ധർമ്മവീർ ഭാരതിയും നരേഷ് മേത്തയും. നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.